ഒറ്റയ്ക്ക് ജീവിക്കുന്ന പ്രായമായവരെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ചുറ്റിലും ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല തിരക്കുള്ള ഒരു പള്ളിയിലിരുന്ന് ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. നിങ്ങൾ ഒരു കുടുംബത്തെ വളർത്തി കാണും, അവർക്ക് വേണ്ടി സകലതും ത്യജിച്ച് കാണും, എന്നിട്ടും ആരും സംസാരിക്കാനോ എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്നൊന്നും ആരും ചോദിക്കാനോ ഇല്ലാതെ ഒറ്റയ്ക്ക് വീട്ടിൽ നിശബ്ദമായിട്ട് ഇരിക്കുന്നുണ്ടാകും. ദശലക്ഷക്കണക്കിന് വരുന്ന പ്രായമായവരുടെ ഒരു അവസ്ഥയാണത്. പക്ഷേ ഒരു കാര്യം ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറയാം: ദൈവം എല്ലാം കാണുന്നുണ്ട്. ദൈവം നിങ്ങൾക്കായി കരുതുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ബൈബിൾ നിശബ്ദമായിട്ടല്ല ഇരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇണയെ നഷ്ടപ്പെട്ട് കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ വളർന്ന് നിങ്ങളെ മറന്നു കാണാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സ്വന്തം സ്ഥലമാണ് എന്ന് തോന്നാത്ത ഒരു നഗരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ സാങ്കേതികമായി നോക്കിയാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലായിരിക്കും, എന്നാലും നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ടാകും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ മറക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾ അദൃശ്യമായി പോയിട്ടില്ല, നിങ്ങളുടെ ചരിത്രം അവസാനിച്ചിട്ടുമില്ല. ഈ ലോകം പ്രായമായവരെ അവഗണിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സംസ്കാരം അനുസരിച്ച് യുവാക്കൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ചിലപ്പോൾ പ്രായമായവരെ തള്ളിക്കളയാനും സാധ്യതയുണ്ട്. പക്ഷേ പ്രായമുള്ളവരെ ദൈവം ബഹുമാനിക്കുന്നുണ്ട്. ദൈവം ഏകാന്തരുടെ കൂടെ നടക്കുന്നുണ്ട്. ദൈവത്തിന് ഇപ്പോഴും നിങ്ങളോട് പല കാര്യങ്ങളും പറയാനുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നതെന്തോ സഹതാപം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഇത് ബൈബിൾ എന്താണോ പറയുന്നത് അതിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ്. ദൈവവചനം ഏകാന്തതയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന അവിശ്വസനീയമായ ലക്ഷ്യത്തെക്കുറിച്ചുമാണ് ഇതിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമുക്കതിനെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ നോക്കാം. ആദ്യത്തേത്, ആരും തന്നെ ഏകാന്തമായിട്ട് ഇരിക്കണമെന്ന് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. ഉൽപ്പത്തി 2:18 പാപമോ രോഗമോ ദുഃഖമോ ഇല്ലാത്ത പൂർണ്ണതയുള്ള ലോകത്തിൽ ജീവിച്ച ആദമിനെ നോക്കി മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പർദീസയിൽ പോലും ഒരു കാര്യം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞു. അതെന്തോ പണമല്ല, അത് ദീർഘായുസുള്ള ഒരു ജീവിതവുമല്ല, അത് വിജയവുമല്ല, അത് ബന്ധമാണ്. ഒറ്റപ്പെട്ട ജീവിതം നയിക്കാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിക്കല്ല ദൈവം നമ്മെ മെനഞ്ഞിരിക്കുന്നത്. ദൈവം നിങ്ങളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏകാന്തതയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദന അതൊരു ബലഹീനതയല്ല. ഇത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു രൂപകൽപ്പനയാണ്. നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ അടയാളമുണ്ട്. അത് മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഏകാന്തതയും ഒറ്റപ്പെടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി യേശു പലപ്പോഴും ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് പിൻവാങ്ങി പോകാറുണ്ടായിരുന്നു. പക്ഷെ അത് ഒറ്റപ്പെട്ട ജീവിതം അല്ലായിരുന്നു. യേശു കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു, ഭക്ഷണം പങ്കുവയ്ക്കുമായിരുന്നു, അവരുമായിട്ട് കഥകൾ പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കി, ഒരു വലിയ സമൂഹത്തിൽ തന്നെ ജീവിച്ചു. ഏകാന്തത എന്ന് പറയുന്നത് ചിലപ്പോൾ വിശുദ്ധമായിരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഒറ്റപ്പെടൽ ഭയങ്കര ഭാരമുള്ളതാണ്. ബൈബിൾ അതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. സഭാപ്രസംഗം 9:10 ഇങ്ങനെ പറയുന്നു: ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവനെ മറ്റവൻ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ അവൻ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായ്ക കൊണ്ട് അവന് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം എന്ന് പറയുന്നത് ദൈവം പറയുന്ന ഒരു രീതിയാണിത് എന്നും പറഞ്ഞാ ഇത് ഇങ്ങനെ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ്. നിങ്ങളിൽ ചിലർ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആ സാഹചര്യത്തിലൂടെ കടന്നുപോയി കാണാൻ സാധ്യതയുണ്ട്. ശാരീരികമായും ആത്മീയമായും വൈകാരികമായും വീഴ്ചകൾ അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളെ കൈക്ക് പിടിച്ച് കൂടെ നിൽക്കാൻ ആരും തന്നെ അന്ന് ഉണ്ടായത് കാണില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇതിങ്ങനെ ഒറ്റപ്പെട്ട് എല്ലാവരാലും മറക്കപ്പെട്ട് അവസാനിക്കുമായിരിക്കും എന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇതിനകത്തുള്ളൊരു സന്തോഷ വാർത്ത എന്താണെന്ന് അറിയാവോ? ദൈവം നിങ്ങളെ അങ്ങനെ വിടില്ല എന്നതാണ്. നിങ്ങൾ ഒരു പ്രശ്നമല്ല, മറ്റുള്ളവർ സഹിക്കേണ്ട ഒരു ഭാരമല്ല നിങ്ങൾ. സത്യം പറഞ്ഞാൽ ദൈവം ഇഷ്ടപ്പെടുന്ന നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു ആത്മാവാണ് നിങ്ങൾ. സത്യം പറഞ്ഞാൽ ബൈബിളിലെ ഏറ്റവും മഹാന്മാരായ ചില ആളുകൾക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരിൽ ഒരാൾ പോലും ഉപേക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് സത്യം. ഏലിയാവ് ഒരു ഗുഹയിൽ ഒറ്റയ്ക്കായിരുന്നു. മരുഭൂമിയിൽ ദാവീദ് ഒളിച്ചു താമസിക്കുമായിരുന്നു. യോഹന്നാൻ മരുഭൂമിയിലാണ് ജീവിച്ചത്. അതേപോലെ തന്നെ അപ്പൊസ്തലനായ യോഹന്നാനെ ഒരു ദ്വീപിലേക്ക് നാടുകടത്തി. എല്ലാവർക്കും അവർ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നി. പക്ഷെ ദൈവം അവിടെ തന്നെ അവരോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ ദൈവം മറന്നിട്ടില്ല. നിങ്ങൾ ഉപയോഗശൂന്യരായിട്ടില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല.
നിങ്ങളെ സൃഷ്ടിച്ച ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഒരിക്കലും വിട്ടുപോകാത്ത ദൈവം നിങ്ങളെ കരുതുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകം നിങ്ങളെ അവഗണിച്ചു എന്ന് വരാം, പക്ഷെ സ്വർഗം ഇപ്പോഴും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത്തത്, എല്ലാവരും നിങ്ങളെ മറന്നുപോയെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ദൈവം നിങ്ങളെ വ്യക്തമായിട്ട്, അതായത് പേരായിട്ട് തന്നെ അറിയാം. നിലവിളിക്കാൻ പറ്റാത്ത ഒരുതരം വേദനയുണ്ട്. അത് നിശബ്ദമായി നിലനിൽക്കുന്ന ഒന്നാണ്. എല്ലാവരും എന്നെ മറന്നുപോയി എന്ന ആ തോന്നലിന്റെ വേദനയാണത്. ഒരുപക്ഷെ നിങ്ങളെ അധികം ആരും തന്നെ ഫോണിലൂടെ വിളിക്കുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ അവധി ദിവസങ്ങൾ വന്നിട്ട് പോലും കൂടെ ആരും തന്നെ കണ്ടില്ലെന്ന് വരാം. ഒരു സമയത്ത് നിങ്ങളെ ആവശ്യമുണ്ടായിരുന്നവർക്ക് തന്നെ ഇപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് വരാം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ആരെങ്കിലും എന്നെ ഇപ്പോൾ ഓർക്കുന്നുണ്ടാകുമോ, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ സത്യം എന്താണെന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും ഒരു നിമിഷം പോലും നിങ്ങളെ മറന്നിട്ടില്ല എന്നതാണ്. യെശയ്യാവ് 49:15-16 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചോ? ലോകം നിങ്ങളെ മറന്നാലും, നിങ്ങളുടെ സ്വന്തം കുടുംബം നിങ്ങളെ മറന്നാലും ദൈവം അങ്ങനെ മറക്കില്ല. നിങ്ങൾ വെറും ഒരു സംഖ്യയല്ല, നിങ്ങൾ വെറും ഒരു മെഡിക്കൽ ഫയലല്ല. സർവശക്തന്റെ കൈകളിൽ വരച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ദൈവം നിങ്ങളുടെ പേര് മാത്രമല്ല ഓർക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ, കണ്ണുനീർ, ത്യാഗങ്ങൾ, മറ്റാരും കാണാത്ത നിങ്ങളുടെ അനുസരണം എന്നിവ ദൈവം ഓർക്കുന്നുണ്ട്. സ്വർഗത്തിന് നിങ്ങൾ മറക്കപ്പെട്ട ഒരു വ്യക്തിയല്ല, നിങ്ങളെ സ്വർഗം ബഹുമാനിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലൂടെ തന്നെ പോയ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ലൂക്കോസ് 2-ാം പറഞ്ഞിരിക്കുന്ന നല്ല പ്രായമായ ഒരു വിധവയാണ്. അവളുടെ പേര് അന്ന എന്നാണ്. കല്യാണം കഴിഞ്ഞ് 7 വർഷം മാത്രമേ അവളുടെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചുള്ളൂ. അതിനുശേഷം ഭർത്താവ് മരിച്ചുപോയി. പതിറ്റാണ്ടുകൾ അവൾ ഒറ്റയ്ക്ക് ജീവിച്ചു. പക്ഷേ ആ വർഷങ്ങളെല്ലാം അവൾ വിഷമിച്ച് ദുഃഖിച്ച് പാഴാക്കിയില്ല. അവൾ ആരാധിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവാലയത്തിനടുത്ത് തന്നെ താമസിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം അവളെ ബഹുമാനിച്ചു. മറിയയും യോസഫും കുഞ്ഞ് യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അന്ന അവിടെ ഉണ്ടായിരുന്നു. അവളുടെ സ്വന്തം കണ്ണുകൊണ്ട് മശിഹയെ കണ്ടു. യെരുശലേമിലുള്ള എല്ലാവരിൽ നിന്നും രക്ഷകനെ ആദ്യം കണ്ടവരിൽ ഒരാളായിട്ട്, അതായത് രക്ഷകനെ മനസ്സിലാക്കിയവരിൽ ഒരാളായിട്ട് ദൈവം ഈ വിധവയെ തിരഞ്ഞെടുത്തു. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അതിന്റെ കാരണം ദൈവം വിശ്വസ്തരെ ഒരിക്കലും മറക്കില്ല. അങ്ങനെ തന്നെ നിങ്ങളെയും ദൈവം മറന്നിട്ടില്ല. ആരെങ്കിലും ഒന്ന് കണ്ട് സന്തോഷത്തോടെ സംസാരിച്ചിട്ട് എത്ര ദിവസമായി, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ട് എത്ര ദിവസമായി എന്നത് നമുക്ക് പ്രശ്നമല്ല. ദൈവം ഓരോ നിമിഷവും നിങ്ങളെ കാണുന്നുണ്ട്. ലോകം അവഗണിക്കുന്നു എന്നും പറഞ്ഞ് ദൈവം മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല ദിവസങ്ങൾ ഒരിക്കലും നിങ്ങളെ കടന്നു പോയിട്ടില്ല. നിങ്ങൾ എന്തോ മരിക്കാൻ കാത്തിരിക്കുന്ന വ്യക്തികളല്ല. സ്വർഗത്തിന് നിങ്ങളെ ഇപ്പോഴും അറിയാം. അന്നയെപ്പോലെ നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഈ ഒരു സാഹചര്യം അതൊരു ശൂന്യമല്ല, അത് ദൈവികമാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. മൂന്നാമത്തത്, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്. പ്രായം നിങ്ങളുടെ വിളിയെ റദ്ദാക്കുന്നില്ല, അതായത് ഇല്ലാതാക്കുന്നില്ല. നിങ്ങൾക്ക് പ്രായമായി എന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞു എന്നല്ല ഇതിനർത്ഥം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം ഇപ്പോഴും നിങ്ങളെ പണിയും. സങ്കീർത്തനം 92-14 വാക്യം പറയുന്നു: വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടിവച്ചും പച്ച പിടിച്ചുമിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചോ? ഉണങ്ങിപ്പോകും, ഉപയോഗശൂന്യമാകും എന്നല്ല, പച്ചപ്പുള്ളതായിരിക്കും, ഫലപ്രദമായിരിക്കും, ജീവനുള്ളതായിരിക്കും. ഈ ലോകം നല്ല പ്രായമുള്ളവരെ മാറ്റി നിർത്തിയേക്കാം, പക്ഷേ ദൈവം അവരെ മാറ്റി നിർത്തുന്നില്ല. നിങ്ങൾ ശേഷിക്കുന്ന വർഷങ്ങളെ കാത്തിരിക്കുന്നവരല്ല, നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്ന വർഷങ്ങളിലാണ്. നിങ്ങൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മോശയ്ക്ക് 80-ാം വയസ്സ് വരെ അവന്റെ വിളി എന്താണ് എന്നുള്ളത് അവൻ അറിയില്ലായിരുന്നു. കാലേബ് 85-ാമത്തെ വയസ്സിൽ പോലും യഹോവ പറഞ്ഞ ഈ മല എനിക്ക് താ എന്ന് അവൻ പറഞ്ഞു. ഷിമിയോനും ഹന്നയും പതിറ്റാണ്ടുകൾ മശിഹയെ കാണാൻ കാത്തിരുന്നു. അവർ അങ്ങനെ കണ്ടപ്പോൾ മിശിഹയെ ആദ്യം തിരിച്ചറിഞ്ഞവരിൽ അവരും ഉണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനായ യോഹനാൻ നാട് കടത്തപ്പെട്ടു. പദ്മോസ് ദ്വീപിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ബൈബിളിലെ തന്നെ ഏറ്റവും ശക്തമായ പ്രവചന ദർശനം, അതായത് വെളിപ്പാട് പുസ്തകം അവന് ലഭിച്ചു. ഈ പറഞ്ഞവരിലെല്ലാം ഉള്ള ഒരു കാര്യം ശ്രദ്ധിച്ചോ? അവരുടെ ഉള്ളിലെത്തി കത്തി നശിച്ചതിന് ശേഷമല്ല, മറിച്ച് അത് ഏറ്റവും ശുദ്ധമായി കത്തുമ്പോഴാണ് ദൈവം ഈ പ്രായമായവരെയൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല പ്രായമായി എന്ന് വെറുതെ പറയരുത്. എന്റെയൊക്കെ സമയം കഴിഞ്ഞു എന്നും പറയരുത്.
എന്നെ ഇനി എല്ലാവരും പതുക്കെ പതുക്കെ മറന്നുപോകും, ആരും എന്നെ ശ്രദ്ധിക്കില്ല എന്നുള്ള നുണ വിശ്വസിക്കരുത്. വർഷങ്ങളുടെ അനുഭവം നിങ്ങൾക്കുണ്ട്. അടുത്ത തലമുറ കേട്ട് വളരേണ്ട ചില ചരിത്രങ്ങൾ നിങ്ങൾക്കുണ്ട്. ബൈബിൾ പറയുന്നതനുസരിച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പോഴും പിശാചിന് അപകടകാരിയാണ്. നിങ്ങൾക്ക് അധികാരത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾക്ക് പ്രായം കുറഞ്ഞ ആളുകളെ ഉപദേശിക്കാൻ പറ്റും. നിങ്ങൾക്ക് ധൈര്യത്തോടെ ദൈവവചനം പറയാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് പഴയതുപോലെ ഓടാനോ ചാടാനോ നടക്കാനോ കഴിയില്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആത്മാവിന്റെ കാര്യമോ? നിങ്ങളുടെ ആത്മാവിന് ഇപ്പോഴും സ്വർഗത്തെ ചലിപ്പിക്കാനും ഭൂതങ്ങളെ ഇല്ലാതാക്കാനും കഴിയും. നിങ്ങളുടെ സമയം കഴിഞ്ഞു എന്ന് ആരെയും, അതിപ്പോ നിങ്ങൾ തന്നെ ആയാലും ശരി, പറയാൻ അനുവദിക്കരുത്. ദൈവം നിങ്ങളെ ഇത്രയും വർഷം കൊണ്ടുവന്നില്ലേ? ജ്ഞാനം പറഞ്ഞു കൊടുക്കാനും ചരിത്രങ്ങൾ പങ്കിടാനും അധികാരത്തിൽ നടക്കാനുമാണ് ദൈവം നിങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രായമായി എന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവരാജ്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്തായാലും പിൻവാങ്ങില്ല. നാലാമത്തത്, പ്രായമായവരെയും ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും പരിപാലിക്കാൻ ദൈവം സഭയോട് കൽപ്പിക്കുന്നു. ഒന്നും പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ എന്ന് സഭ പറയാൻ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം കൽപ്പിക്കുന്നുണ്ട്. 1 തിമോഥെയോസ് 5:3-4 വാക്യങ്ങൾ പറയുന്നു, സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. ഇത് പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്നല്ല, ഇത് ബൈബിൾ പരമായ ഒരു നിബന്ധനയാണ്. പക്ഷേ ഇന്ന് ചുറ്റും നോക്കിക്കേ, ദൈവം ബഹുമാനിക്കണമെന്ന് പറഞ്ഞ ആളുകൾ തന്നെ പ്രായമായ എത്ര വിശ്വാസികളെ അവഗണിക്കുന്നുണ്ട്. എത്രയോ പള്ളികൾ അവരുടെ മുഴുവൻ ഊർജവും യുവജന കൂട്ടായ്മകളിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതേസമയം ആ പള്ളികളിലുള്ള പ്രായമുള്ളവർ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പിന്നിൽ തന്നെ ഇരിക്കുന്നു. ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് അഹങ്കാരത്തോടെ പറയുന്നവരുണ്ട്. പക്ഷേ അവരെ വളർത്തിയ മാതാപിതാക്കളെ അന്വേഷിക്കാൻ വേണ്ടി ഫോൺ പോലും വിളിക്കാറില്ല. ഈ ലോകം യുവാക്കളെ ആഘോഷിക്കുന്നുണ്ട്, പക്ഷേ ദൈവരാജ്യം പ്രായമുള്ളവരെയും ബഹുമാനിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 19-32 വാക്യം പറയുന്നു, നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഞാൻ യഹോവയാകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ ശരിക്കും ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ നിങ്ങൾ ബഹുമാനിക്കും. പള്ളിയിൽ വെച്ച് കാണുമ്പോൾ ചിരിച്ചു കാണിക്കുന്നതല്ല, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അത് കാണിക്കും. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ആദ്യകാല സഭ ഭക്ഷണം പങ്കിടുമായിരുന്നു, എല്ലാവരുടെയും വീടുകളിൽ ഒത്തുകൂടുമായിരുന്നു, വിധവകളെ പരിചരിക്കുമായിരുന്നു. അവരെല്ലാവരും ഒരു കുടുംബം പോലെ ജീവിച്ചു. എന്നാ ഇന്നത്തെ സഭയോ? ആലോചിച്ച് നോക്കിക്കേ. ദൈവത്തിന്റെ മാതൃക എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബം എന്ന് പറയുന്നത് പ്രായമായവരെ ഉപേക്ഷിക്കുന്നില്ല. കുടുംബം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്രത്യക്ഷമായി പോകില്ല. കുടുംബം എപ്പോഴും നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടാകും. ഉപസംഹാരം, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരായിരിക്കാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വീട്ടിൽ താമസിക്കുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകം നിങ്ങളുടെ പേര് മറന്നു എന്ന് വന്നേക്കാം, പക്ഷേ ദൈവം നിങ്ങളെ തന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആളുകളെ നഷ്ടപ്പെട്ടു എന്ന് വരാം, പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടില്ല എന്നതാണ് സത്യം. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.